ഇന്നത്തെ വീഡിയോനകത്ത് നമ്മൾ അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റിൻ്റെ കോംപ്രിഹെൻസീവ് കോഴ്സ് 2019 സ്കീമിൻ്റെ CET308 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് ജൂൺ 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ വാട്ട് വിൽ ബി ദ റിലേഷൻ ബിറ്റ്വീൻ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇ ആൻഡ് ബൾക്ക് മോഡുലസ് വെൻ ദ പോയ്സൺസ് റേഷ്യോ ഇസ് 0.25. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇ ഈസ് ഈക്വൽ ടു 1.5 K ആണ്. അപ്പോൾ ഈ ആൻസർ എങ്ങനെ വന്നു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമുക്ക് ഇതുപോലത്തെ ഫോർമുലാസ് ഉണ്ടല്ലോ, ഇയും കെയും തമ്മിലുള്ള റിലേഷൻ, ഇയും ജിയും തമ്മിലുള്ള റിലേഷൻ, പിന്നെ എല്ലാ കോൺസ്റ്റൻറ്റിൻ്റെ റിലേഷനാണ് ഇത്. അപ്പോൾ നമുക്ക് ഇയും കെയും ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഫോർമുലയാണ് ഇ ഈസ് ഈക്വൽ ടു 3K ഇൻറ്റു 1 മൈനസ് 2 മ്യൂ ആണ്. അപ്പോൾ ഈ മ്യൂ പകരം 0.25 നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അപ്പോൾ എന്താ നമുക്ക് കിട്ടുന്നത്? 3K ഇൻറ്റു 1 മൈനസ് 2 ഇൻറ്റു 0.25 എന്ന് പറയുമ്പോൾ 0.5 ആണ്. അപ്പം ഇവിടെ 1 മൈനസ് 0.5 എന്ന് വെച്ചാൽ 0.5 ആണ്. ദാറ്റ് ഈസ് 1/2. സോ 3K/2 3/2 എന്ന് പറയുമ്പോൾ 1.5 ആണ്. മനസ്സിലായോ? അതായത് ഇ ഈസ് ഈക്വൽ ടു 3K ഇൻറ്റു 1 മൈനസ് 2 മ്യൂ ആണ്. ഇതാണ് നമ്മുടെ ഫോർമുല. ഈ മ്യൂവിന് പകരം നമ്മൾ 0.25 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 2 ഇൻറ്റു 0.5 എന്ന് പറയുമ്പോൾ 0.5 ആണ്. സോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ് മാറുന്നത്? ഇ ഈസ് ഈക്വൽ ടു 3K ഇൻറ്റു 1 മൈനസ് 0.5. 1 മൈനസ് 0.5 എന്ന് പറയുമ്പോൾ 0.5 അല്ലേ? അപ്പോൾ 0.5 ഉള്ളത് എന്തുവാ? 1/2 ആണ്. സോ 3K ഡിവൈഡഡ് ബൈ 2 ആണ്. സോ 3/2 1.5. അതാണ് ഇതിൻ്റെ ആൻസർ. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ, ദ റേഡിയസ് ഓഫ് മോർ സർക്കിൾ ഫോർ 2 ഈക്വൽ അൺലൈക്ക് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ഓഫ് മാഗ്നിറ്റ്യൂഡ് സിഗ്മ ഇസ് എന്തുവാണ്? നമുക്ക് സിഗ്മ തന്നെയാണ്. എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇക്വേഷൻ ഇതാണ്. നമ്മുടെ ഇക്വേഷൻ റേഡിയസ് ഓഫ് മോർ സർക്കിളിൻ്റെ ഇക്വേഷൻ എന്തുവാണെന്ന് വെച്ചാൽ ആർ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ്, അതായത് സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ഡിവൈഡഡ് ബൈ 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് ടൗ എക്സ് വൈ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, പ്രിൻസിപ്പൽ പ്ലെയിൻ ആകുമ്പോൾ നമുക്ക് സിഗ്മ എക്സ് സിഗ്മ 1 ആയിട്ടും സിഗ്മ വൈ സിഗ്മ 2 ആയിട്ടും നമ്മൾ എടുക്കണം. പിന്നെ നമ്മുടെ സ്ട്രെസ്സ് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ് പോകുന്നത്? ഈ ടേം മുഴുവനും 0 ആണ്. ഇപ്പോൾ സിഗ്മ 1 മൈനസ് സിഗ്മ 2 ഡിവൈഡഡ് ബൈ 2 ദ ഹോൾ സ്ക്വയർ. ഇപ്പോൾ പ്രിൻസിപ്പൽ സ്ട്രെസ്സ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് സിഗ്മയാണ്. അപ്പോൾ പീന്ന് എടുക്കാം, അല്ലെങ്കിൽ സിഗ്മാന്ന് എടുത്താലും മതി. സിഗ്മ ഇവിടെ മൈനസ് സിഗ്മയാണ്, അൺലൈക്ക് ആയതുകൊണ്ടാണ്. മനസ്സിലായോ? സിഗ്മ 1 വിൽ ബി സിഗ്മ, സിഗ്മ 2 വിൽ ബി മൈനസ് സിഗ്മ. അപ്പോൾ ആറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സിഗ്മ മൈനസ് ഓഫ് മൈനസ് സിഗ്മ ദ ഹോൾ സ്ക്വയർ, ഇവിടെ ഒരു ഡിവൈഡ് ബൈ 2 ദ ഹോൾ സ്ക്വയർ റൂട്ട് ഉണ്ട്. അപ്പോൾ ഇത് പ്ലസ് ആവുള്ളേ. അപ്പോൾ സിഗ്മ പ്ലസ് സിഗ്മ ഡിവൈഡ് ബൈ 2 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ 2 സിഗ്മ ഡിവൈഡ് ബൈ 2 ദ ഹോൾ സ്ക്വയർ, ഇവിടെ ഒരു സ്ക്വയർ റൂട്ട് ഉണ്ട്. അപ്പോൾ 2 ക്യാൻസലായി പോവും, സിഗ്മ സ്ക്വയർ. അപ്പോഴത്തേക്ക് സിഗ്മ, അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ആ ഒറ്റ ഇക്വേഷൻ തന്നെയാണ് നമുക്ക് ആ സിഗ്മ 1 സിഗ്മ 2 പകരം നമ്മൾ സിഗ്മ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ചിലപ്പോൾ അവർ പീന്ന് പറയും, അതുകൊണ്ടാണ് ഞാൻ പീന്ന് ഇട്ട് ചെയ്തത്. പീന്ന് ചോദിച്ചാൽ പി തന്നെയാണ് ആൻസർ. പി ഇട്ടാൽ മതി. സിഗ്മ 1 പകരം പിയും സിഗ്മ 2 പകരം മൈനസ് പിയും. ഇഫ് ഇറ്റ് ഈസ് അൺലൈക്ക് എന്ന് പറയുമ്പോൾ, ഓക്കെ, അവർ ലൈക്ക് എന്ന് പറയുവാണെങ്കിൽ, ലൈക്ക് 2 ഈക്വൽ ലൈക്ക് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് എന്ന് തരുവാണെങ്കിൽ ഇതെങ്ങനെ വരും? സിഗ്മ 1 പകരം സിഗ്മ 2 പകരമും സിഗ്മയാണ്. അപ്പോൾ എന്താ ആൻസർ? സിഗ്മ മൈനസ് സിഗ്മ ഡിവൈഡ് ബൈ 2 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് രണ്ടും സെയിം അല്ലേ? അപ്പോൾ 0 ആകും ആൻസർ. അപ്പോൾ 0 ആണ് ആൻസർ. അൺലൈക്ക് എന്ന് പറയുവാണെങ്കിൽ സിഗ്മയാണ്, ലൈക്ക് എന്ന് പറയുവാണെങ്കിൽ 0 ആണ്. മനസ്സിലായോ? തേർഡ് ക്വസ്റ്റ്യൻ, ദ ഏരിയ അണ്ടർ ദ സ്ട്രെസ് സ്ട്രെയിൻ കർവ് റെപ്രസെൻറ്റ്സ് ദ ടഫ്നെസ് ഓഫ് ദി മെറ്റീരിയൽ. ഓക്കെ, ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ടഫ്നെസ് ഓഫ് ദി മെറ്റീരിയൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 bars of different material and same size are subjected to same tensile force. Okay, if the bars have unit elongation in the ratio 2:1, then the ratio of the modulus of elasticity of two materials will be
ഒരു സിമ്പിൾ ട്രിക്ക് എന്തുവാണെന്ന് വെച്ചാൽ 2:5 ആണെങ്കിൽ 5:2 ആയിരിക്കും ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഇങ്ങനെ ഒരു ചോദ്യം, അതായത് 2 ബാർസ് ഓഫ് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്. ഓക്കെ, ഇതൊരു മെറ്റീരിയലാണ്, ഇതൊരു മെറ്റീരിയലാണ്. ആൻഡ് സെയിം സൈസ്, ഇതിൻ്റെ ലെങ്ത്ത് സെയിം ആണ്, ഇതിൻ്റെ ലെങ്ത്ത് സെയിം ആണ്, സബ്ജക്റ്റഡ് ടു സെയിം ടെൻസൈൽ ഫോഴ്സ്. ഇതിൻ്റെ ഫോഴ്സും ടെൻസൈൽ ഫോഴ്സ് സെയിം ആണ്, സെയിം ഫോഴ്സാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇഫ് ദ ബാർസ് ഹാവ് എ യൂണിറ്റ് ഇലോങ്കേഷൻ ഇൻ ദ റേഷ്യോ 2:1, എലോങ്കേഷൻ മാത്രമാണ് അവർ തന്നിരിക്കുന്നത്. എന്താ ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ റേഷ്യോ ഓഫ് ദ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ എല്ലാം സെയിം ആയിട്ടും എലാങ്കേഷൻ ഇങ്ങനെ ഒരു റേഷ്യോ കൊടുക്കുകയാണെങ്കിൽ, മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി ചോദിക്കുകയാണെങ്കിൽ ഇതിന് തിരിച്ചിട്ടാൽ അതാണ് ആൻസർ. അങ്ങനെ എല്ലാ സമയവും നമുക്ക് എഴുതാം, പക്ഷേ ഇത് എങ്ങനെ വരുന്നുണ്ടെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ അത് ഞാൻ പറയാം. നമ്മുടെ ഫോർമുല ΔL is equal to P1L1 divided by A1E1. ഈ ഫോർമുല എങ്ങനെ വന്നെന്ന് മനസ്സിലാവുന്നുണ്ടോ? യങ്സ് മോഡുലസ് E is equal to stress by strain അറിയാലോ, സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ. സ്ട്രെസ് is equal to force by area, that is P by area. strain is equal to ΔL by L അല്ലേ? ഇതിനകത്ത് നമ്മൾ ΔN ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് തിരിച്ചെഴുതാമല്ലോ, PL by A into ΔL E. അപ്പോൾ ΔL ആണ് വേണ്ടത്. അപ്പോൾ ΔL is equal to PL by AE. ആ ഈ ഫോർമുലയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, PL divided by AE. 2 ബാർ ആയതുകൊണ്ട് Δ1 Δ2 ഇങ്ങനെ എഴുതി. ഓക്കെ, Δ1 L1 by L2 ആണ് അവർ തന്നിരിക്കുന്നത്, 2/5. ബാക്കി എല്ലാം സെയിം ആണ്. P1 ടെൻസൈൽ ഫോഴ്സ് സെയിം ആണ്, സെയിം സൈസ് എന്ന് പറഞ്ഞതുകൊണ്ട് A1 is equal to A2, L1 is equal to L2. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷനകത്ത് L1 divided by L2 അല്ലേ 2/5 തന്നിരിക്കുന്നത്. അപ്പോൾ P1 L1 divided by A1 E1 divided by P2 L2 divided by A2 E2 ആണ്. അപ്പോൾ ആ ഡിനോമിനേറ്റർ ആണ് മുകളിലോട്ട് വന്നിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് E2 divided by E1 is equal to 2/5 ആണ് വരുന്നത്. അപ്പോൾ E1 by E2 എന്തുവായിരിക്കും? 5/2. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുവാണെങ്കിൽ നമ്മൾ ഈ നമ്പർ അങ്ങോട്ട് തിരിച്ചിട്ടാൽ മതി. ആ എങ്ങനെ വന്നു എന്നുള്ള എക്സ്പ്ലനേഷനാണ് ഈ ഫോർമുല അപ്ലൈ ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഷിയർ സ്ട്രെങ്ത് ഓഫ് എ സെക്ഷൻ ഇസ് ഡിഫൈൻഡ് ആസ് ദ പോയിന്റ് അറ്റ് വിച്ച് ദ ലോഡ് മസ്റ്റ് ബി അപ്ലൈ ടു പ്രൊഡ്യൂസ് 0 ട്വിസ്റ്റിംഗ് മൊമെൻറ്റ് ഓൺ ദ സെക്ഷൻ. ഇതാണ് ഷിയർ സ്ട്രെങ്ത് ഓഫ് എ സെക്ഷൻ ഇസ് ഡിഫൈൻഡ് ആസ്, അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ട്വിസ്റ്റ് എന്നും പറയാം. ഓക്കെ, ഇഫ് ദ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ഇൻ എ 2-dimensional കേസസ് ആർ -10 megapascal and 20 megapascal, then the maximum shear stress at the point is. ഇത് സിമ്പിളാണ്. ഇത് എല്ലാ പ്രാവശ്യവും എല്ലാ ക്വസ്റ്റ്യനകത്തും ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇത് സിമ്പിൾ ഫോർമുലയാണ്. ടൗ മാക്സ് ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് മോഡുലസ് ഓഫ് സിഗ്മ മാക്സ് മൈനസ് സിഗ്മ മിനിമം. ഏത് പ്ലസ് മൈനസ് അങ്ങനെ ഒരു ഇഷ്യൂവോ വരേണ്ട, അതുകൊണ്ട് അവിടെ മോഡുലസ് ഇട്ടിരിക്കുന്നത് 2 വാല്യൂ നിങ്ങൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഓക്കെ, സിഗ്മ മാക്സ് മൈനസ് സിഗ്മ മിനിമം 20 മൈനസ് ഓഫ് -10 ഡിവൈഡ് ബൈ 2 ആണ്. അപ്പോൾ 30 ഡിവൈഡ് ബൈ 2 15 മെഗാപാസ്കൽ. ഇതാണ് ഫോർമുല. ഓക്കെ, ഷിയർ സ്ട്രെസ് ഓൺ ദ ഷിയർ സ്ട്രെസ് ഓൺ ദ പ്രിൻസിപ്പൽ പ്ലെയിനസ്, പ്രിൻസിപ്പൽ പ്ലെയിനിൽ ഷിയർ സ്ട്രെസ് ഏതായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ദ ഷിയർ ഫോഴ്സ് diagram of a cantilever beam of length L carrying uniformly distributed load of W per unit length will be a right angled triangle. Okay, a beam of uniform strength has at every cross section same bending stress same ആയിരിക്കും. Rate of change of bending moment is equal to shear stress. Okay, 2 tanks A and B with the same height are filled with water. The volume of tank A is 10 times the volume of tank B. What will be the relation between the pressures PA and PB at the bottom of the tank A and B respectively is PA is equal to PB. 2 tanks, ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ? 2 ടാങ്ക് ഉണ്ട്.
ഓക്കെ, 2 ടാങ്ക് ഉണ്ട്. എ ഇത് ബി ആണ് ടാങ്ക്. ആർ ഫിൽഡ് വിത്ത് വാട്ടർ ഓഫ് സെയിം ഹൈറ്റ്. മനസ്സിലാണ്ടോ? ഈ ഹൈറ്റ് സെയിം ആണ്. ഇതിൽ 10 മീറ്റർ ആണെങ്കിൽ ഇവിടെയും 10 മീറ്ററിന് സെയിം ഹൈറ്റിലെയാണ് വാട്ടർ ഫില്ല് ചെയ്തിരിക്കുന്നത്. ദ വോളിയം ഓഫ് ദി ടാങ്ക് എ ഇസ് 10 ടൈംസ് ദ വോളിയം ഓഫ് ദി ബി. അത് കുഴപ്പമില്ല. ഓക്കെ, വാട്ട് വിൽ ബി ദ റിലേഷൻ ബിറ്റ്വീൻ ദ പ്രഷേഴ്സ് പി എ ആൻഡ് പി ബി അറ്റ് ദ ബോട്ടം ഓഫ് ദി ടാങ്ക്? ഈ പോയിന്റിൽ അതിൻ്റെ പ്രഷർ എങ്ങനെയായിരിക്കും എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് പ്രഷറിൻ്റെ ഫോർമുല അറിയാമല്ലോ, പി ഈസ് ഈക്വൽ ടു റോ ജി എച്ച് ആണ്. അപ്പോൾ പി ഡിപ്പെൻഡ്സ് ഓൺ ദ ഹൈറ്റ്, അല്ലാതെ ഇതിൻ്റെ വോള്യത്തിനകത്ത് അത് ഡിപ്പെൻഡ് ആകുന്നില്ല. ഹൈറ്റ് ചേഞ്ച് ആയാൽ മാത്രമേ നമുക്ക് പ്രഷർ മാറത്തുള്ളൂ. ഓക്കെ, ഈ വോള്യൂമിന് അവർ കൊടുക്കുന്ന കാര്യം നമ്മൾ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ തന്നിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ട, നമുക്ക് ഈ ഫോർമുല അറിയാം, പി ഈസ് ഈക്വൽ ടു റോ ജി എച്ച് ആണ്. അപ്പോൾ ഹൈറ്റ് വേരി ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രഷറും മാറും. ഇവിടെ ഹൈറ്റ് സെയിം ആണ്. അപ്പോൾ എന്താ ആൻസർ ആയിരിക്കും? പി എ ഈസ് ഈക്വൽ ടു പി ബി. ഓക്കെ, ദ ടൈപ്പ് ഓഫ് ദ ഫ്ലൂയിഡ് ഫ്ലോ ഇൻ വിച്ച് ദ ഫ്ലോ ആൻഡ് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം അറ്റ് ഗിവൻ ലൊക്കേഷൻ ഇസ് നോൺ എസ് സ്റ്റഡി ഫ്ലോ. ഓക്കെ, ടൈം വന്നാലേ അത് സ്റ്റഡി ആണ്. ഓക്കെ, ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണെങ്കിൽ സ്റ്റഡി. ഓക്കെ, ചേഞ്ച് ആവുകയാണെങ്കിൽ അൺസ്റ്റഡി ഫ്ലോ ആണ്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു സ്പേസ് എന്ന് പറയുകയാണെങ്കിൽ യൂണിഫോം, സ്പേസ് ആണെങ്കിൽ യൂണിഫോം, ടൈം ആണെങ്കിൽ സ്റ്റഡി. ഓക്കെ, property of fluid by which the molecules of different kinds of fluids are attracted to each other is called adhesion. Okay, calculate the specific energy of flow if the velocity of flow is 2.2 meter per second and the depth is 1 meter. Specific energy E ആണ് കണ്ടുപിടിക്കേണ്ടത്. E is equal to y plus v square divided by 2g. Okay, depth 1 meter തന്നിട്ടുണ്ട്, velocity of flow 2.2 തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കിട്ടും. ഓക്കെ, ദ റെനോൾഡ്സ് നമ്പർ ഫോർ ദ പൈപ്പ് ഫ്ലോ ഈസ് 6000. ദ ടൈപ്പ് ഓഫ് ഫ്ലോ ഈസ് ടർബുലൻറ്റ്. ഓക്കെ, പൈപ്പ് ഫ്ലോ അറിയാലോ, ലെസ് ദാൻ 2000 ആണെങ്കിൽ ലാമിനാർ ഫ്ലോ, ഗ്രേറ്റർ ദാൻ 4000 ആണെങ്കിൽ ടർബുലൻറ്റ്, ഇൻ ബിറ്റ്വീൻ ആണെങ്കിൽ ട്രാൻസിഷണൽ. ഓക്കെ, the discharge over the rectangular notch is directly proportional to h power 1.5. നമുക്കിത് ഡിസ്ചാർജ് ത്രൂ ദ റെക്ടാങ്കുലർ നോച്ചിൻ്റെ ഫോർമുല എന്തുവാ? 2/3 CDL root of 2g h power 3/2. ഈ 3/2 ആണ് അവർ 1.5ന് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഹൈറ്റ് ഓഫ് 1.5. ഓക്കെ, ദ പ്രോപ്പർട്ടി ഓഫ് ദ ഫ്ലൂയിഡ് ബൈ വെർച്യൂ of which it offers resistance to flow is called viscosity. Viscosity. Okay, the point in the immersed body through which the resultant pressure of the liquid may be taken to act is known as center of buoyancy. Immersed body, buoyancy. Okay, a manometer is used to measure pressure. A manometer is used to measure the pressure. Hydraulic radius is given by area divided by wetted perimeter. Hydraulic radius is given by R is equal to area divided by wetted perimeter. അതാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ വേറൊരു പേരെന്തുവാ? ഹൈഡ്രോളിക് മീൻ ഡെപ്ത്. ബട്ട് ഞാൻ ഓർമ്മ വരുന്നുണ്ടോ? ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ഓർ ഹൈഡ്രോളിക് റേഡിയസ്. ഓക്കെ, if the distance between the instrument station and the staff station is 1 kilometer, the correction for fraction in meter is this answer 0.0112 ആണ് ഇതിൻ്റെ ആൻസർ. സാക്ക് കറക്ഷൻ ഇസ് ഓൾവേസ് നെഗറ്റീവ്. ഇതെല്ലാവർക്കും അറിയാം, സാക്ക് കറക്ഷൻ ഇസ് ഓൾവേസ് നെഗറ്റീവ്. ഹോൾ സർക്കിൾ ബിയറിംഗ് ഇസ് 338 degree 42 minutes converted into quadrant from is given as എന്താണ് കണ്ടുപിടിക്കണം. റെഡ്യൂസ്ഡ് ബിയറിംഗിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഹോൾ സർക്കിൾ ബിയറിംഗ് എന്ന് പറയുമ്പോൾ 338 എന്ന് പറയുമ്പോൾ അത് 4th ക്വാഡ്രൻ്റ് ആണ്. ഈ നോർത്തിലിരുന്ന് ഇത്രയും ഡിഗ്രിയാണ് 338 degree 42 minutesന് തന്നിട്ടുണ്ട്. നമുക്ക് റെഡ്യൂസ്ഡ് ബിയറിംഗ് എന്ന് പറയുമ്പോൾ ഈ ഡിഗ്രിയാണ് വേണ്ടത്, നോർത്ത് വെസ്റ്റ് ആണ് വേണ്ടത്. അപ്പോൾ ഈ നോർത്ത് വെസ്റ്റിൽ നമുക്ക് എവിടെയാണുള്ളത്? ഇതാണല്ലേ ആൻസർ. അപ്പോൾ 360 മൈനസ് 338 degree 42 minutes മൈനസ് ചെയ്യുമ്പോൾ ആൻസറാണ്.
ഓക്കെ. വെസ്റ്റ് നോർത്തിലോട്ട് നമ്മൾ ചെയ്യത്തില്ല. നോർത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. ആംഗിൾ ഓഫ് ഡിപ്പ് അറ്റ് പോൾ ഇസ് 90 degree. ഓക്കെ. എ 10 centimeter theodolite means diameter of the graduated circle of its lower plate is 10 centimeter. Okay, diameter of the graduated circle of its lower plate is 10 centimeter. നിങ്ങൾക്കറിയാമല്ലോ തിയോഡലൈറ്റിൽ ഗ്രാജുവേറ്റഡ് സർക്കിളിൻ്റെ താഴെ നമുക്കൊരു ലോവർ പ്ലേറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഡയാമീറ്ററാണ് 10 centimeter. വെർട്ടിക്കൽ സർക്കിൾ അല്ല, ലോവർ പ്ലേറ്റിൻ്റെ ഡയാമീറ്ററാണ് 10 centimeter. ഓക്കെ. If reduced bearing of a line AB is north 30 degree west and the length is 100 meter, then the latitude and departure of the line AB will be. Okay, latitude എന്ന് വെച്ചാൽ നോർത്തും സൗത്തും, ഡിപ്പാച്ചർ എന്ന് വെച്ചാൽ ഈസ്റ്റും വെസ്റ്റും. ഓക്കെ. നോർത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പുറത്തെ സൈഡാണ് ഇരിക്കുന്നത്. ഓക്കെ. നോർത്ത് വെസ്റ്റ് ഈ സൈഡിലാണ് ഇരിക്കുന്നത്. ഈ സൈഡിൽ പറയുമ്പോൾ നോർത്ത് മുകളിലോട്ട് പോകുന്നത് പോസിറ്റീവ് ആണ്. ഓക്കെ. ഈ ലാറ്റിറ്റ്യൂഡ് മുകളിലോട്ട് നോർത്തിലെ ആണെങ്കിൽ പോസിറ്റീവ്, സൗത്തിലെ ആണെങ്കിൽ ലാറ്റിറ്റ്യൂഡ് നെഗറ്റീവ് ആണ്. ഓക്കെ. ഡിപ്പാച്ചർ ആണെങ്കിൽ ടുവേർഡ്സ് ഈസ്റ്റ് ആണെങ്കിൽ പോസിറ്റീവ്, ടുവേർഡ്സ് വെസ്റ്റ് ആണെങ്കിൽ മൈനസ് ആണ്. അപ്പം ഈ സൈഡ് എന്ന് പറയുമ്പോൾ ഏതുവാ, നോർത്തിലോട്ടാണ്. ലാറ്റിറ്റ്യൂഡ് അല്ലേ, ലാറ്റിറ്റ്യൂഡ് നോർത്തോട്ട്. അപ്പോൾ മുകളിലോട്ട് പോകുന്നത് കൊണ്ട് പ്ലസ് ലാറ്റിറ്റ്യൂഡ് മൈനസ് ഡിപ്പാച്ചർ ആണ്. ഓക്കെ. അപ്പോൾ 30 degree നോർത്ത് വെസ്റ്റാണ് അവർ തന്നിരിക്കുന്നത്. അപ്പോൾ ആ ലൈനിൻ്റെ ലെങ്ത് അവർ 100 തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് നോർത്ത് വെസ്റ്റ് എന്ന് വെച്ചാൽ ഈ ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലിരുന്ന് ടുവേർഡ്സ് വെസ്റ്റും ടുവേർഡ്സ് നോർത്തും ഉള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിച്ച് ആൻസർ എഴുതണം. ഓക്കെ. The true bearing of a line is 34 degree 20 minutes and the magnitude declination at the place of the observation is 2 degree west on the date of observation. Magnitude bearing of a line is, ഇപ്പോൾ ട്രൂ ബിയറിംഗ് തന്നിട്ടുണ്ട്, മാഗ്നറ്റിക് ഡിക്ലിനേഷൻ ടുവേർഡ്സ് വെസ്റ്റ് എന്ന് തന്നിട്ടുണ്ട്, മാഗ്നറ്റിക് ബിയറിംഗ് ആണ് വേണ്ടത്. അപ്പം നമുക്ക് ഫോർമുല അറിയാലോ, ഫോർമുല എഴുതി വെച്ചിട്ടുണ്ട്. ട്രൂ ബിയറിംഗ് ഇസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബിയറിംഗ് പ്ലസ് ആർ മൈനസ് ഡിക്ലിനേഷൻ ആണ്. ഈ ഡിക്ലിനേഷൻ ഈസ്റ്റ് ആണെങ്കിൽ പ്ലസ് എടുക്കണം, വെസ്റ്റ് ആണെങ്കിൽ മൈനസ് എടുക്കണം. നേരത്തെ നമ്മൾ ലാറ്റിറ്റ്യൂഡ് ഡിപ്പാച്ചറിൽ നോക്കിയില്ലേ, ടുവേർഡ്സ് ഈസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഡിപ്പാച്ചർ പോസിറ്റീവ് ആണ്, ടുവേർഡ്സ് വെസ്റ്റ് ആണെങ്കിൽ ഡിപ്പാച്ചർ മൈനസ് ആണ്. ദ സെയിം കേസ് ട്രൂ ബിയറിംഗ് ഇസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബിയറിംഗ് പ്ലസ് ആർ മൈനസ് ഡിക്ലിനേഷൻ. ഡിക്ലിനേഷൻ പോസിറ്റീവ് എപ്പോഴാണ്, ഈസ്റ്റിന് തരുമ്പോൾ പോസിറ്റീവ് ആണ്, വെസ്റ്റിന് തരുമ്പോൾ മൈനസ് ആണ്. അപ്പം നമുക്ക് മാഗ്നറ്റിക് ബിയറിംഗ് തന്നിട്ടുണ്ട്. ഓക്കെ. മാഗ്നറ്റിക് ബിയറിംഗ് തന്നിട്ടുണ്ട്. മാഗ്നറ്റിക് ബിയറിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. ട്രൂ ബിയറിംഗ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ട്രൂ ബിയറിംഗ് ഇവിടെ ഉണ്ട് 34 degree, മാഗ്നറ്റിക് ബിയറിംഗ് അറിയത്തില്ല, ഡിക്ലിനേഷൻ വെസ്റ്റിന് തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് മൈനസ് 2 degree. അപ്പോൾ ഇത് അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ആകത്തില്ലേ, അപ്പോൾ അതുകൊണ്ട് 36 degree 20 minutes. ഇതാണ് നമ്മുടെ ആൻസർ. മനസ്സിലായോ? ട്രൂ ബിയറിംഗ് ഇസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബിയറിംഗ് പ്ലസ് ആർ മൈനസ് ഡിക്ലിനേഷൻ ആണ്. ഡിക്ലിനേഷൻ പ്ലസ് എപ്പോഴാണ് എടുക്കേണ്ട, ഈസ്റ്റിനാകുമ്പോൾ. ഇവിടെ നമുക്ക് വെസ്റ്റ് ആണ്, അതുകൊണ്ട് -2 degree. അപ്പോൾ ഇത് 34 degree 20 minutes ഇസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബിയറിംഗ് -2 degree ആണ്. മാഗ്നറ്റിക് ബിയറിംഗ് ആണ് വേണ്ടത്. മാഗ്നറ്റിക് ബിയറിംഗ് ഇസ് ഈക്വൽ ടു ഇത് മൈനസ് ഇങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ 34 degree 20 minutes പ്ലസ് 2 degree, അതുകൊണ്ട് 36 degree 20 minutes. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ, ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി 2 consecutive contours is called contour interval. Vertical distance, contour interval. Okay, the distance that uses the sun as a source of electromagnetic energy and records the naturally radiated and reflective energy from an object is called as passive remote sensing. Okay, the minimum number of satellites needed for a GPS to determine its position 4. ഇത് എല്ലാ ക്വസ്റ്റ്യനകത്ത് ഈ ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, മിനിമം നമ്പർ ഓഫ് സാറ്റലൈറ്റ്സ് നീഡഡ് ഫോർ എ GPS is 4. ഓക്കെ, എ soil sample has a void ratio of 0.5 and its porosity will be close to 33%. ഈ ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. n is equal to E divided by 1 plus E
RE is equal to n divided by 1 minus n. ഈ ഫോർമുല അപ്ലൈ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, the void ratio at the densest and loosest and the natural state of a sand deposit are 0.2, 0.6, 0.5. The relative density of the deposit is ഈ ഫോർമുല അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കണം. ഇ മാക്സ് മൈനസ് ഇ ഡിവൈഡ് ബൈ ഇ മാക്സ് മൈനസ് ഇ മിനിമം ഇൻറ്റു 100. ഈ ഫോർമുലനകത്ത് എല്ലാം അപ്ലൈ ചെയ്യുക, നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, read the following statement related to the IS light compaction test. Soil is always compacted in 3 layers in a compaction mold. Each layer is always given 25 blows. Select the correct answer from among the following. ഇതിൽ ഏതാണെന്ന് വെച്ചാൽ 3 ലെയറാണ് കോമ്പാക്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ കോമ്പാക്ഷൻ മോൾഡിനകത്ത് 3 ലെയറായിട്ട് ഇടണം. ഓരോരോ ലെയറിനും 25 ബ്ലോ കൊടുക്കണം. കറക്റ്റാണ്. അതുകൊണ്ട് ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The liquid limit, plastic limit and the shrinkage limit of a cohesive soil satisfies this relation. Liquid limit will be greater than plastic limit is greater than the shrinkage limit. Okay, quick sand is occurring when effective pressure is reduced to 0. Okay, consolidation of a soil is due to the load which is static and long term. Okay, hydrometer is an instrument used for the measurement of specific gravity. Okay, the specific gravity and in situ void ratio of a soil deposits are 2.71 and 0.85. The value of the critical hydraulic gradient is 0.92. The slope of E log P curve for a soil mass gives compression index. For a compacting heavy clays and silty clays, which of the following method are found to be very effective? ഇതിന് നമുക്ക് ഷീപ്പ് ഫുഡ് റോളറാണ് യൂസ് ചെയ്യുന്നത്. ഈ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനിഷ്യൽ സെറ്റിംഗ് ടൈം ഓഫ് എ സിമെൻറ്റ് ഇസ് ഇൻക്രീസ്ഡ് ബൈ ആഡിങ് ജിപ്സം. ഇതെല്ലാവർക്കും അറിയാലോ. റാപ്പിഡ് ഹാർഡനിങ് പോർട്ട്ലാൻഡ് സിമെൻറ്റ് ഹാസ് എ ഹയർ ഹീറ്റ് ഓഫ് radiation. Slump test of concrete is used to measure the workability. Slump test, workability. The type of masonry in which the stones of irregular size and shape are used and there are no regular courses is known as uncoursed rubble masonry. What is used to ensure uniform thickness of plastering? Bullmark. Which one of the following is not a bogious compound? അതിൽ നമുക്ക് ഡൈകാൽഷ്യം അലുമിനേറ്റ് ആണ്. ഓക്കെ, ഇത് എങ്ങനെയാണ്? ഇത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും ഇതുണ്ട്. നമുക്ക് 4 കോമ്പൗണ്ട് ഉണ്ട്, അറിയാലോ. സെറ്റിംഗ് സിമെൻറ്റ് നടക്കുമ്പോൾ 4 കോമ്പൗണ്ട് അല്ലേ? ഇതാണ് കോമ്പൗണ്ട്. C2S, C3S, C3A, C4AF ആണ്. ഇതിനകത്ത് C2A ആണ് ഇല്ലാത്തത്. കണ്ട, ഡൈകാൽഷ്യം അലുമിനേറ്റ് C2A, ഇത് നമുക്ക് ഇല്ല. ഇതൊരു കോമ്പൗണ്ട് അല്ല. ഓക്കെ, C2, C3, C3, C4. ഇതിന് വേറൊരു പേരുണ്ട്. അത് ഓർക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമുക്ക് അൽഫബറ്റിക്കൽ ഓർഡർ ABCD ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഓർത്തെടുക്കാം. അലൈറ്റ്, ബിലൈറ്റ്, സിലൈറ്റ്, ഫെലൈറ്റ്. ഓക്കെ, അലൈറ്റ്, ബിലൈറ്റ്, സിലൈറ്റ്, ABC. പിന്നുള്ളത് F ആണ്. അലൈറ്റ്, ബിലൈറ്റ്, സിലൈറ്റ്, ഫെലൈറ്റ്. ഈ അലൈറ്റ് എന്ന് പറയുന്നത് എന്തുവാണെന്ന് വെച്ചാൽ ട്രൈകാൽഷ്യം സിലിക്കേറ്റ് ആണ്. C3S, അതായത് 3234, 3234. ഈ കോഡ് മനസ്സിലാക്കിയോ? C3S, C2S. ഓക്കെ, അടുത്ത് C3A, C4AF ആണ്. ഓക്കെ, C3A, C4A. ഇത് F ആയതുകൊണ്ട് ഇവിടെ ഒരു F ആഡ് ചെയ്യുക. ട്രൈകാൽഷ്യം സിലിക്കേറ്റ്, ഡൈകാൽഷ്യം സിലിക്കേറ്റ്, ട്രൈകാൽഷ്യം അലുമിനേറ്റ്, ടെട്രാകാൽഷ്യം അലുമിനോഫെറേറ്റ്. ഇതാണ്. ഓക്കെ, 3234. ഓക്കെ, the property of rest concrete in which the water in the mix tends to rise to the surface while placing in compaction is called bleeding. Which of the following defect is caused by
vaporization of entrapped moisture or solvent in a painted surface. അത് എന്തുവാണെന്ന് വെച്ചാൽ ആ ഡിഫക്റ്റിൻ്റെ പേര് എന്തുവാണെന്ന് വെച്ചാൽ ബ്ലിസ്റ്ററിങ്. ഓക്കെ. ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ഹാസ് 0 ഫ്ലോട്ട്. An activity has optimistic, most likely and pessimistic times. Value തന്നിട്ടുണ്ട്. Then its expected time is 3.5. ഇത് എങ്ങനെയാണ് അവർ കാൽക്കുലേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഈ ഫോർമുല അപ്ലൈ ചെയ്തിട്ടാണ്. എക്സ്പെക്റ്റഡ് ടൈം ഇസ് ഈക്വൽ ടു TO, ഓപ്റ്റിമിസ്റ്റിക്, മോസ്റ്റ് ലൈക്ലി, പെസിമിസ്റ്റിക് ടൈം. T0 + 4 TM + TP ഡിവൈഡ് ബൈ 6 ആണ്. അപ്പോൾ ആ വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് TE എന്താണെന്ന് കിട്ടും. ചിലപ്പോൾ അവർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചോദിച്ചാലും നിങ്ങൾക്ക് ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യാം. TP - TO ഡിവൈഡ് ബൈ 6 ആണ്. പെസിമിസ്റ്റിക് - ഓപ്റ്റിമിസ്റ്റിക് ടൈം ഡിവൈഡ് ബൈ 6 ആണ്. വേരിയൻസ് ചോദിച്ചാലും സ്റ്റാൻഡേർഡ് ഡീവിയേഷന് സ്ക്വയർ ചെയ്താൽ മതി. ഓക്കെ. ഇതാണ് അതിൻ്റെ ആൻസർ. അങ്ങനെ കണ്ടുപിടിക്കാം. മനസ്സിലായോ?